ഇന്നത്തെ റെസിപ്പി ബീഫ് ഡ്രൈ ഫ്രൈ ആണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നമ്മൾ ബീഫ് ഇതുപോലെ നീളനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു കുക്കറിലിടുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് വെള്ളം, വളരെ കുറച്ച് വെള്ളം മാത്രം ഉപയോഗിച്ചാൽ മതി, കാരണം ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ കുക്കർ മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിപ്പിക്കുക. അതിന് ശേഷം ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒരു 3 to 5 വിസിലടിക്കുക. അതായത് ബീഫ് ഒരു 75% വെന്ത് കിട്ടിയാൽ മതി നമുക്ക്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് വിസിലെല്ലാം പോയി ഇപ്പോൾ ബീഫ് നമുക്ക് 75% വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് ഗരം മസാല, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, കാരണം നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ പെരുംജീരകം ചതച്ചത് കുറച്ച്, പിന്നെ ചില്ലി ഫ്ലേക്സ്. ഇനി ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ അതിന് പകരം എരിവുള്ള മുളകും പൊടി യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് വിനെഗർ, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കോൺഫ്ലോറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചതച്ചതും കൂടിയും ചേർത്തിട്ട് പിന്നെ നമ്മൾ ആ ബീഫ് വേവിച്ചതിൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലേ, ആ ബീഫ് വേവിച്ച വെള്ളം അതും കൂടി മിക്സ് ചെയ്തിട്ട്, സാധാ വെള്ളമല്ല, ആ ബീഫ് വേവിച്ച വെള്ളം കൂടി എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ വേവിച്ച ബീഫ് നമ്മൾ ഇതേപോലെ സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലെങ്ത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഈ മിക്സിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു മിനിമം 30 മിനിറ്റ്സ് എങ്കിലും വയ്ക്കുക. മിക്സ് ചെയ്യുമ്പോൾ ആ ബീഫ് പൊടിഞ്ഞു പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് മാരിനേറ്റ് ചെയ്ത് 30 മിനിറ്റ്സിന് ശേഷം ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഈ ബീഫ് ഇട്ടിട്ട് നന്നായി മൊരിയിച്ചെടുക്കുക. ഞാൻ കുറേശ്ശെ ഇട്ടിട്ടാണ് മൊരിയിച്ചെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും, കാരണം ബീഫ് ഓൾറെഡി വെന്തിട്ടുണ്ട്. പിന്നെ വെറുതെ ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി. അതിന് ശേഷം ലാസ്റ്റത്തെ ട്രിപ്പ് വറയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു പച്ചമുളക് നീളനെ അരിഞ്ഞതും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ബീഫ് ഡ്രൈ ഫ്രൈ റെഡിയായി. ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അത്. നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യണേ.